ദുൽഖർ സൽമാൻ, റാണ, സമുദ്രകനി, ഭാഗ്യശ്രീ കൂട്ടുകെട്ടിൽ സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്ത കാന്തയുടെ റിലീസായിരുന്നു ഇന്ന്. മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ നടക്കുന്ന സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറയുന്ന സിനിമയാണ് കാന്ത. മൂവി നമ്മളെ ഓരോരുത്തരുടെ ആക്ടിങ്ങിനെ കുറിച്ച് നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഈ സിനിമയിൽ. കാരണം ഓരോരുത്തരുടെ ആക്ടിങ് നമ്മളിങ്ങനെ കണ്ടിരിക്കും. എസ്പെഷ്യലി പറയേണ്ടത് ദുൽഖർ സൽമാൻ്റെ ഒരു അഴിഞ്ഞാട്ടമായിരുന്നു കാന്ത എന്ന് പറയുന്നത്. ദുൽഖർ സൽമാൻ്റെ കരിയറിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എന്ന് പറയാം. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ദുൽഖർ സൽമാൻ്റെ അഭിനയം നമ്മളിങ്ങനെ കണ്ടിരിക്കും. പണ്ട് കാലഘട്ടങ്ങളിൽ മമ്മൂട്ടി, മോഹൻലാലും ഒക്കെ ചെയ്തിരുന്ന കുറച്ച് അഭിനയ സാധനങ്ങൾ നമ്മൾ ഇന്നും ഷോർട്സായിട്ടും റീലായിട്ടും ഒക്കെ ഇടുമല്ലോ. ആ ലെവൽ ഓഫ് ആക്ടിങ് ദുൽഖർ സൽമാൻ്റെ പുള്ളിയുടെ സ്കില്ല് എന്താണെന്ന് നമുക്ക് ഈ ഒറ്റ സിനിമ കൊണ്ട് മനസ്സിലാവും. പിന്നെ പടത്തിന് നമുക്ക് കുറച്ച് ലെങ്ത് കൂടുതലാണോ എന്ന് നമുക്ക് തോന്നും. അത് ലാഗ് കൊണ്ടല്ല, പടം നമുക്ക് കുറേയൊക്കെ ഒരു പണ്ട് കാലഘട്ടങ്ങളിൽ നടക്കുന്ന സിനിമ എന്ന രീതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ട് കുറേയൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് അങ്ങനൊരു തോന്നൽ നമുക്ക് വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. പടം ഒരിക്കലും ഒരു ലാഗ് അടുപ്പിക്കുന്നില്ലെന്നും പടം ആ ഒരു എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യത്തിലേക്ക് ഡയറക്റ്റ്ലി നമ്മളെ എങ്ങനെയൊക്കെ കൊണ്ടുപോകണോ, ഒരു സിനിമ ആസ്വാദകർ എങ്ങനെ ആ ഒരു സിനിമ ആസ്വദിക്കുക, അങ്ങനെ തന്നെയാണ് കാന്ത എന്ന് പറയുന്ന ഒരു സിനിമ എടുത്തു വച്ചിരിക്കുന്നത്. ഇതിനകത്ത് സമുദ്രകനിയും ദുൽഖറും തമ്മിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ മൂലം ഉണ്ടാകുന്ന ഒരു സ്റ്റോറിയാണ് ഈ ത്രൂ ഔട്ട് സിനിമ പറഞ്ഞു പോകുന്നതെങ്കിലും നമുക്ക് അക്ഷരം തെറ്റാന്ന് പറയാനായിട്ട് പറ്റും. ദുൽഖർ സൽമാൻ്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു കാന്ത എന്ന് പറയുന്നത്. ഈ റാണയെക്കുറിച്ചൊക്കെ എടുത്തു പറയാനായിട്ടാണെങ്കിൽ റാണ എന്ന് പറയുന്ന ആക്ടർ ഇതിനകത്തൊരു പോലീസ് ഓഫീസറുടെ വേഷമാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്താണെങ്കിലും ഓരോ ആൾക്കാരുടെ കോസ്റ്റ്യൂംസ് ആയിക്കോട്ടെ, നമുക്ക് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം, ഇപ്പം ഈ സിനിമയിൽ പല സീൻസും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ നമുക്ക് സിനിമയ്ക്കുള്ളിലെ സിനിമ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് കാണുന്നത്. സോ ബ്ലാക്ക് ആൻഡ് വൈറ്റിലും കളറിലുമായിട്ടാണ് നമുക്ക് സിനിമ കാണാനായിട്ട് സാധിക്കുക. ഇപ്പം ഈ ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള സമുദ്രകനി, റാണ, ദുൽഖർ സൽമാൻ, അതേപോലെ തന്നെ ഭാഗ്യശ്രീ ഒന്നും അല്ലാണ്ട് എനിക്ക് പേര് എടുത്ത് പറയാനായിട്ട് അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഇതിനകത്ത് ബാബു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തേക്കുന്നത്, മാർട്ടിൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തേക്കുന്ന സ്റ്റുഡിയോയുടെ ഓണർ, ഒരു സ്റ്റുഡിയോയിലാണ് കഥ ത്രൂ ഔട്ട് നടക്കുന്നത്. ആ സ്റ്റുഡിയോയുടെ ഓണർ, അതേപോലെ തന്നെ ദുൽഖർ സൽമാൻ്റെ വൈഫായിട്ട് ചെയ്തേക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്. ഇവരുടെയൊക്കെ ആക്ടിങ് ഈ സിനിമ മുമ്പോട്ട് വളരെ നല്ലോണം നയിക്കുന്ന ഒരു ഇതാണ്. ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് സംഭവങ്ങളൊക്കെ പ്രഡിക്റ്റബിളായിട്ടും ഒരു ലെങ്ത് കൂടുതലായിട്ടും ഒക്കെ തോന്നുമെങ്കിലും സെക്കൻഡ് ഹാഫിൽ ക്ലൈമാക്സ് കാണുമ്പോഴത്തേക്ക് ഈ സിനിമയുടെ ലെവലേ മാറും. ക്ലൈമാക്സ് ഈസ് ലൈക്ക് മൈൻഡ് ബ്ലോയിങ്. നമ്മൾ ഈ സിനിമ കണ്ടിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എന്തൊരു പടം എന്ന് പറയത്തക്ക രീതിയിലുള്ളൊരു സിനിമയാണ് തീർച്ചയായിട്ടും കാന്ത എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഓരോരുത്തരും തിയേറ്ററുകളിൽ പോയി സിനിമ കാണുക. ദുൽഖർ സൽമാൻ്റെ ഒരു പടമായതുകൊണ്ട് എനിക്ക് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ആ എക്സ്പെക്റ്റേഷൻ എനിക്ക് മീറ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ തൊട്ടടുത്തുള്ള തിയേറ്ററിൽ പോയി കാന്ത കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിപ്പോൾ മോശമായിക്കോട്ടെ, എന്തായിക്കോട്ടെ. ഇപ്പോൾ സിനിമ എന്ന് പറയുന്നത് നമ്മൾ റിവ്യൂ എന്ന് പറയുന്നതും അത് ഓരോരുത്തരെ ബേസ് ചെയ്തിരിക്കും. സോ നിങ്ങളുടെ അഭിപ്രായം എന്തും ആയിക്കോട്ടെ, അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഹൈപ്പ് എന്ന് പറയുന്നൊരു ബട്ടൺ കൂടിയുണ്ട്, ആ ഹൈപ്പും ചെയ്യുക. സോ ഡൺ.